ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചലഞ്ചിന്റെ പേരാണ് ഗൈസ്. അപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ ഇവർക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇവർ കാണാതെ ഈ ബോക്സിനകത്തോട്ട് തള്ളു. അപ്പൊ ഇവരത് എന്താണ് ഇൻസൈഡ് ദ ബോക്സ് എന്ന് ഗസ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സാധനം എടുത്ത് ഇതിനകത്തോട്ട് വെക്കും. ഇവർ 4 പേര് ആ ഭിത്തിയിലോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരിക്കും. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് വരുത്തി നമ്മൾ ഇത് എന്താണെന്ന് അവരെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്ത് അവരത് ഓർത്ത് വെക്കും. എന്നിട്ട് ഇവരെ എല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ട് ഇവരിൽ ആരാണോ യഥാർത്ഥ സാധനം ഗസ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ? അപ്പം റെഡി അല്ലേ ഗൈസ്? അല്ലല്ല, നിങ്ങൾ എവിടെ ഇടണ്ടെന്ന് അറിയാലോ. എല്ലാ ഒരു സമയത്ത് ഒരാളെ ഇഷ്ടമുള്ളതിൽ കൂടെ കൈയിടാം. അപ്പൊ നിങ്ങൾ തിരിഞ്ഞോ? കണ്ണെട്ടുന്ന ഫസ്റ്റ് വരുന്ന ആള്. ഫസ്റ്റ് ആരാ? ഓക്കെ, നിങ്ങളെല്ലാം തിരിഞ്ഞില്ല. ആരും തിരിഞ്ഞു നോക്കല്ലേ? ഞാൻ പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാവൂ. ആ തിരിഞ്ഞോ? ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇനി കൈ ഇട്ടോളൂ. നിന്നെ കൊത്തത് അതെ കൊത്തുന്ന സാധനം എന്തോ ഉറപ്പ് ഇല്ല. കൈയിടുമ്പോഴത്തേക്ക് കൊത്തുവഴി. നിങ്ങൾ തിരിഞ്ഞില്ല. നിങ്ങൾ തിരിഞ്ഞില്ലേ? നിങ്ങൾ തിരിഞ്ഞില്ലേ? ഇല്ലെന്ന് ഓക്കെ പണയിക്കോ. നിങ്ങൾ തിരിഞ്ഞിരിക്കേ. താഴോട്ട് പോട്ട്. ഇല്ലെന്ന് ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന ചിലപ്പോ പാവക്കുട്ടിയാവാം, ചിലപ്പോ ജീവനോ. തിരിഞ്ഞു നോക്കും ഉമ്മി. നിങ്ങളൊക്കെ തിരിഞ്ഞേക്ക്. വെറുതെ നമ്മുടെ മത്സരത്തിന്റെ കോഴിക്കുഞ്ഞ്. പറയരുത്. നിങ്ങൾക്ക് ഫസ്റ്റിനാക്കുമ്പോ മനസ്സിലാവണേ അത് മനസ്സിൽ വെച്ചിട്ട് ഓക്കെ മനസ്സിലായെന്ന് പറഞ്ഞ് മാറി തിരിഞ്ഞു നിൽക്കുക. ഓക്കെ? മനസ്സിലായോ? ഓക്കെ ഓക്കെ. അടുത്ത ആള് വരൂ. അടുത്തതായി അസ്നയാണ്. ജീവനുള്ള ഇപ്പോഴും സൗണ്ട് വെച്ചോണ്ടിരിക്കത്തില്ലായിരുന്നോ? അങ്ങനത്തെ ഒരു ദുഷ്ടനല്ല ഞാൻ. അതിലൊക്കെ ഒരു പാവക്കുട്ടി ആയിരിക്കാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വേണമെന്ന് കരയിപ്പിക്കാം. തുടങ്ങണം. തൊട്ടേ പറ്റൂ. ഇല്ല പറയരുത് കേട്ടോ എന്താണെങ്കിലും. ഇവളെന്താ സുഖം പിടിക്കുന്നോ? എടാ ഇതിലും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്തൊക്കെ കത്തിയ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആരാണ് ഗൈസ്? ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി ഉമ്മി. ഉമ്മി ഈ രണ്ട് സംസാരിച്ചേ. ഹലോ എടാ ചുമ്മാ ഇരി. താഴ്ത്തായിരിക്കും. മനസ്സിലായോ?
ഗൈസ് അടുത്തത് ധൈര്യശാലിയായിട്ടുള്ള നമ്മുടെ അഫ്സൽ നിസാമാണ് വരുന്നത് മണി. നിങ്ങൾ തിരിഞ്ഞില്ലേ? അവിടെ ഇത് കിട്ടിയോ? എനിക്ക് കിട്ടിയ അതേ ഉണർന്നോ? ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഗൈസ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് പറയുന്നത്. നമുക്ക് ഇനി ഓരോരുത്തരടുത്ത് നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഉത്തരത്തിന് ഫസ്റ്റ് ലെറ്റർ പറഞ്ഞു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് ലെറ്റർ പറയാറപ്പോ എന്നെന്ന് ഇവർക്ക് സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാരും ഫ്രണ്ട് വന്ന് നോക്കിക്കോളൂ. ശബ്ദം വെക്കായിരുന്നല്ലോ അവിടെ. അതൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേ അവനെ. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാ. ഞാൻ ഇതിൽ പിടിച്ച് പൊക്കി. ശരിക്കും ഒച്ച കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം ഇതൊക്കെ വെളിയിൽ പോയി ഇങ്ങനെ സാധനം വാങ്ങിച്ചോണ്ട് വരത്തില്ലെന്ന് വിചാരിച്ചു. ആ സത്യം സത്യം, ഞാനും നോൺ ലിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും മേടിക്കുള്ളൂ എന്ന് വിചാരിച്ച്. പേടി, ഭയങ്കര പേടി. അടുത്ത ഞാൻ ഫസ്റ്റ് കടത്തില്ല കേട്ടാ. അടുത്തത് ധൈര്യപൂർവ്വം ഞാൻ ഓക്കെ, നമുക്കിനി അടുത്ത സാധനം വെക്കാം. പോയി നില്ലു. ഉമ്മി വന്നിട്ടുണ്ട്. Guys, വന്നോളൂ. ആദ്യം ആരാണ്? നോക്ക് അപ്പുറത്തോട്ട് കാണാം. അയ്യോ അത് എന്നെ പിടിക്കാൻ ഇതൊന്നും ഇല്ലല്ലോ ഇവിടെ. നിങ്ങളൊന്നും മിണ്ടരുത്. മിണ്ടാം കേട്ടോ, അല്ലെ മിണ്ടിയിലേക്ക് എന്തോ. ഇതാ സാധനം. അയ്യോ എന്തിനാ പോകുന്നത്? അനങ്ങുന്നോ? മനസ്സിലായോ? ഓക്കെ, തിരിഞ്ഞോളൂ. നല്ല ധൈര്യം. കുറച്ച് കൂടുതലാ. അതൊക്കെ സത്യം കെട്ടണ്ട മുന്നേ ഒരു ഭയങ്കര ധൈര്യം. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടി. ഓക്കെ, സ്റ്റാർട്ട്. ഇങ്ങനെയുള്ള സാധനം ഞാനും ചെയ്യുന്നത്. ഓക്കെ, തിരിഞ്ഞോ. അടുത്തതായി അസ്ന. മനസ്സിലായോ? അവിടെ ശരി ശരി. അടുത്തതായി പറയാത്. ഗൈസ്, അപ്പൊ രണ്ടാമത്തെ സാധനം അവരെല്ലാരും തൊട്ട് എന്താണെന്ന് മനസ്സിൽ വെച്ചേക്കുവാണ്. നമുക്ക് എന്താണെന്ന് ചോദിക്കാം. ഫസ്റ്റ് ലെറ്റർ പറയൂ. 3 2 അല്ലെങ്കിൽ പേരെന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങളെ മനസ്സിലുള്ള. 3 2 1 സ്റ്റാർട്ട്. ഗൈസ്, അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് ഇവരുടെ അടുത്ത് ഫ്രണ്ടിലോട്ട് വന്ന് നോക്കാൻ പറയാം. നോക്കിക്കോളൂ. എല്ലാവർക്കും കിട്ടിയത് സാധനം. ഓ, ഇതൊരു വെറൈറ്റീസ് ആണ്. ഇവിടെ നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോടാ? ആംഗ്രി ബേർഡ്സിലുണ്ടല്ലോ. ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ആംഗ്രി ബേർഡ്സിൽ മറ്റേ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ വെറൈറ്റീസ് ആണ്. ആംഗ്രി ബേർഡ്സിൽ ഒരു സാധനം പക്ഷികളൊക്കെ ഇങ്ങനെ പറഞ്ഞു. വെച്ചു. ഓക്കെ, ഇതെന്തുവാ നൈസ്. പറയല്ലേ പറഞ്ഞു കുഴപ്പമില്ല. ഉമ്മയെ തൊട്ട സാധനം ആയിരിക്കില്ല ഭക്ഷണം കൊടുത്തത്. അതെന്ത്
അത് ഉമ്മി എപ്പോഴും തൊടുന്നോണ്ടായിരിക്കും. ഇത് പിന്നെ കോഴിച്ചിന് ആ, ഞാനും ഇങ്ങനെ അത് വിചാരിച്ച കോഴി തന്നെ എല്ലാരും തിരിഞ്ഞു നിൽക്കൂ. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ മാറ്റിയ ബന്ന ബന്ന ഇത് ബന്ന ഇത് ബന്ന. ആരാ ഫസ്റ്റ് ആരാ? ഓക്കെ ഇത് ലാസ്റ്റത്തെ ആണ്. ഓക്കെ മീൻകറി എല്ലാം എടുത്ത് വെച്ചോ. ഇറച്ചിയോ? പറയരുത്. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ഗൈസ് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കൂ. ആണോ? ഇയാളുടെ ഒരു ആക്ടിങ്. ഒന്നുമില്ല അവിടെ. കുട്ടിക്കളിയാകും